മൈമുസ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കപ്പങ്ങ അല്ലെങ്കിൽ പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. അത് എൻ്റെ വെർഷനിൽ നിങ്ങൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, എങ്കിലും ഞാനെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെക്കുന്നതും ഞാൻ വെക്കുന്നതും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസുകൾ കാണും. അപ്പോൾ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കപ്പങ്ങ വേണം, തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ തേങ്ങ കൊത്തും ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, പിന്നെ ഉണക്കമുളക് ചതച്ചത്. നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ അതിന് ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇതിൽ വലിയ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കപ്പങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ചു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില. ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇടുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് പച്ചമുളക്, ചെറിയ പച്ചമുളകും ചേർക്കാം. ചിലർ സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കും. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം നമ്മൾ ശരിക്കും നോർമലി ഉപ്പൊന്നും ചേർക്കാണ്ട് സവാള വഴറ്റുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ആ സവാളയുടെ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. എനിക്ക് സവാള ഇങ്ങനെ നല്ല എണ്ണ കിടന്ന് നന്നായിട്ട് വഴണ്ടി വന്ന് അതിനൊരു പ്രത്യേക സ്വാദാണ്. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് വഴണ്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കളറിന് മാത്രം. നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവുണ്ടാവും, പിന്നെ ഉണക്കമുളക് ചതച്ചത് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എരിവ് ഇവിടെ എല്ലാവർക്കും കുറച്ച് മതി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമ്മൾ ഈ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ, സവാളയൊക്കെ മൂപ്പിച്ച് കഴിയുമ്പോൾ തേങ്ങ അതിൻ്റെ കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ തോരന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മറ്റേ നമ്മൾ സാധാരണ ചെയ്യുന്ന തന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് തേങ്ങ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് തീ ഓഫ് ചെയ്യില്ലേ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ചെയ്തു നോക്കെ, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ ഈ എരിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഇല്ലേ, ഒരു പ്രത്യേക ഒരു സ്വാദാണ് അതിന്. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ തേങ്ങ ഒന്ന് ചൂടായിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു ഇച്ചിരി നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി കപ്പങ്ങ ചേർത്ത് കൊടുക്കാം. കപ്പങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് വെന്ത് കിട്ടേണ്ട ടൈം മതി. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടു. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കപ്പങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കപ്പങ്ങ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്. സിമ്മിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് കപ്പങ്ങ വെള്ള കളർ, അതായത് സെയിം കളറിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് മഞ്ഞ കളറിൽ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് മഞ്ഞ കളറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഒരു മീഡിയം ഒത്തിരി മഞ്ഞയല്ല, ഒത്തിരി ചുമപ്പുമില്ല, ഒത്തിരി വെള്ളയല്ലാത്തൊരു ഒരു പ്രത്യേക കളറിൽ. അപ്പോൾ ഞാൻ കുറച്ച് ആ സെയിം അളവിൽ തന്നെയാണ് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കളറ് പറയാനില്ല. എനിക്ക് ഈ ഒരു കളറിലാണ് ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അങ്ങോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അതിൻ്റെ അകത്ത്. ഇപ്പം എനിക്ക് ഉഴുന്ന് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ. ഉഴുന്നുകൂടി കടുക് വറക്കുമ്പോൾ ഉഴുന്നുകൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിഡുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. വീട്ടിൽ ഉഴുന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതേ 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല, നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വയ്ക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും. നമ്മുടെ നാടൻ ടേസ്റ്റുകളോട് താല്പര്യമുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ കപ്പങ്ങ ഉണ്ടാവും. പപ്പായ, ഞാൻ കപ്പങ്ങ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പപ്പായയാണ്. അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് തേങ്ങ ചേർക്കാതെ ആദ്യമേ തേങ്ങ ചേർത്ത് കൊടുക്കുക. കടുക് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ തോരൻ, കപ്പങ്ങ തോരൻ സ്പെഷ്യലാണ്, മൈമു സ്പെഷ്യൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.